ഹേ ഗായ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ 12 ദിവസത്തെ ട്രിപ്പിൽ 8ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ ഹൈവേയിൽ വന്നു. ഹൈവേയിൽ നിന്ന് നമുക്ക് ആലപ്പുഴയിലേക്ക് ഒരു ടാക്സി വണ്ടി കിട്ടി. നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, സുഹൃത്ത്. അപ്പോൾ പുള്ളിക്കാരൻ പൂച്ചാക്കലിൽ നിന്ന് നേരെ ആലപ്പുഴ ടൗണിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കൂടെ കയറി നേരെ ആലപ്പുഴ ടൗണിൽ വന്ന് വണ്ടി എടുത്ത് നേരെ ഗസ്റ്റിനെയും പിക്ക് ചെയ്തിട്ട് നേരെ പോകുന്നത് അമ്പലപ്പുഴ അമ്പലത്തിലേക്കാണ്. നേരെ ഗസ്റ്റിനെ ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് ചായ കുടിക്കാറുള്ളൊരു കടയുണ്ട്, സുനിലേട്ടൻ്റെ കട. അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ മൂലയ്ക്ക് ആ മതിലിനോട് ചേർന്നിരിക്കുന്ന കടയാണ് സുനിലേട്ടൻ്റെ കട. അത്യാവശ്യം നല്ല എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കടയാണത്. കാരണം ഞാനിതൊരു പെയ്ഡ് പ്രൊമോഷനായിട്ട് ഒന്നും ചെയ്യുന്നതല്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ആ കടയിൽ കഴിക്കുന്ന ആഹാരമാണെങ്കിലും കുടിക്കുന്ന ചായ ആണെങ്കിലും എല്ലാം എനിക്ക് 100% എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവിടെ നിന്ന് കഴിക്കുന്ന ഓരോ സാധനത്തിനും അതുപോലെ ടേസ്റ്റ് ഉണ്ട്. ആ ഉണ്ടപ്പൊരിക്കകത്തൊക്കെ നല്ല ഏത്തപ്പഴവും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചേട്ടൻ കടികൾ തന്നെ, ചെറുകടികൾ തന്നെ ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റിൽ. അതിനുശേഷം ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറി. അപ്പോൾ അവിടെ എന്തോ ഒരു ആചാരാനുഷ്ഠാനമാണെന്ന് തോന്നുന്നു, ഉച്ച സമയം ആയതുകൊണ്ട്. ഇനി എന്താണെന്ന് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. എന്തോ അവിടുത്തെ ശാന്തി എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്തോ കാര്യങ്ങൾ, എനിക്കത് മനസ്സിലായില്ല. അവിടെ നിന്ന് നേരെ നമ്മൾ കുളത്തിൻ്റെ കരയിലേക്ക് വന്നു. അവിടെ വലിയൊരു കുളമുണ്ട്. അതിനുശേഷം അവിടുന്ന് നമ്മൾ നേരെ നടക്കൽ വന്നു. നടക്കലത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഗണപതി ഭഗവാന്റെ അടുത്തെത്തി. അവിടെ നിന്ന് എല്ലാവരും പ്രാർത്ഥനയോടെ തേങ്ങയൊക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഗസ്റ്റ് വന്നു. അവിടെ രാവിലെ വിട്ട ഗസ്റ്റ് വന്നത് ഒരു 2 മണി സമയമായപ്പോഴാണ് തിരിച്ച്. പിന്നെ അവർക്ക് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ കളർകോട് ജംഗ്ഷനിലുള്ള മദ്രാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ ഫുഡൊക്കെ കൊടുത്തു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ ഹോട്ടലിലേക്ക് വന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു. കാരണം ഉച്ചയ്ക്ക് ഒരു 3 മണിയായപ്പോൾ അവരെ കയറ്റി വിട്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറിന് പോകാം, ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ പുറത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത സമയത്ത് അവർ എനിക്ക് മെസ്സേജ് അയച്ചു, ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുന്നില്ല സജി, ലീവ് ചെയ്തോളൂ, കുഴപ്പമില്ല, നമുക്ക് രാവിലെ 9 മണിയാകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി കൊണ്ടുവന്ന് പാർക്കിങ്ങിലിട്ടു, ബസ് പിടിച്ചു. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി അപ്പുവാണ് എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നത്, എൻ്റെ സുഹൃത്താണ്. അവിടെ നിന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചായ കുടിക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവർ വിളിച്ചപ്പോഴത്തേക്ക് ഞാനും കൂടെ പോയി. കുറച്ച് നേരം അവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇവരുടെ കൂടെയൊക്കെ കൂടുമ്പോഴത്തേക്കാണ് നമുക്ക് എന്താ പറയുക, ഒരു മനസ്സിന് കുറച്ച് ആശ്വാസവും സമാധാനവും എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. അവർ ഓരോരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുതിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്.